ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് ഡിവൈൻ നൽകുന്ന സന്ദേശം എന്താണ് എന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിങ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഈ സമയം നിങ്ങളോട് ഒരുപാട് നന്ദി. നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ ഇനിയും ഉണ്ടാവണം. അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇത് കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും സാധിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ വി ആർ ദ വേൾഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വളരെ സന്തോഷമാണ് കാണുന്നത്. നിങ്ങൾ ചെയ്ത എന്തോ കാര്യത്തിന് വളരെ പ്രൗഡ് തോന്നുന്ന ഒരു സമയമാണ്. ശരിക്കും ഈ ഒരു സമയം സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. പിന്നെ റീബർത്താണ്. നിങ്ങൾ ശരിക്കും ആ കഴിഞ്ഞു പോയ ആ കാലങ്ങളിൽ നിന്നും കുറച്ചധികം പാഠങ്ങൾ പഠിച്ച് പുതിയ വ്യക്തിയായി നിങ്ങൾ രൂപാന്തരപ്പെട്ടു എന്നുള്ളതാണ്. അതായത് കല്ല് വജ്രമാക്കി എടുത്തതുപോലെ നിങ്ങൾ സ്വയം ഒരു വജ്രമായി തീർന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഡയമണ്ട് ആകാൻ നിങ്ങൾക്ക് ഒരുപാട് പ്രോസസ്സുകൾ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ടാകാം. അത് വളരെ പെയിൻഫുള്ളും ആയിരിക്കാം. പക്ഷേ നിങ്ങളിലെ ആ ഡയമണ്ട് നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു എന്നാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ശരിക്കും ഒരു അഭിമാനമൊക്കെ തോന്നുന്ന സമയമാണ് ഇന്ന് കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട്. സമാധാനവും സന്തോഷവും ഒക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. കാരണം കുറേ കാലം കൊണ്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ സ്ട്രഗിൾ ചെയ്തിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ബേഡൻ ഉണ്ടായിരുന്നു എന്ന് കാണുന്നുണ്ട്. ശരിക്കും മുന്നോട്ട് പോകാൻ പറ്റാത്ത തരത്തിലുള്ള ഭാരം ചുമന്ന് നിങ്ങൾ അവിടെ നിന്നും അനങ്ങാൻ പറ്റാതെ നിങ്ങൾ നിന്നിരുന്നുവെങ്കിൽ അതിൽ നിന്നുമൊക്കെ നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് നിങ്ങൾക്ക് റീബർത്തായി എന്ന് കാണുന്നുണ്ട്. ഇവിടെ കുറച്ചധികം ആൾക്കാർക്കും മനസ്സ് കാമാണ്. അതായത് ഇനി എന്ത് വന്നാലും എനിക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റും, ഇതൊന്നും വലിയ കാര്യമല്ല എന്ന് തോന്നുന്ന സമയമാണിപ്പോൾ. കാരണം അത്രയധികം പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോയി എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങളുടെ മനസ്സിനെ ഒന്ന് പാകപ്പെടുത്തി നിങ്ങൾക്ക് എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ചില വ്യക്തികളുടെ ഒരു എനർജി കാണുന്നുണ്ട്. പിന്നെ ചിലർ പാസ്റ്റിലെ ഓർമ്മകളിൽ തന്നെ ഇരുന്ന് ആ നഷ്ടപ്പെട്ടു പോയ കാര്യത്തെ ഓർത്ത് ആലോചിച്ച് വിഷമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കുറച്ചധികം ആൾക്കാർക്ക് നിങ്ങളുടെ പാസ്റ്റിൽ സംഭവിച്ച എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ പാസ്റ്റിലെ കാര്യങ്ങൾ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ റീസെൻ്റ്ലി ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ പാസ്റ്റുമായി ബന്ധപ്പെട്ട ആരെയെങ്കിലും കാണുകയോ ഫോൺ കോൾ ചെയ്ത് നിങ്ങളെ എന്തെങ്കിലും പറയുകയോ ഒക്കെ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിഞ്ഞ കാര്യത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വല്ലാതെ നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടായിരിക്കണം. നിങ്ങളിൽ നിന്നും പല കാര്യങ്ങളും നഷ്ടപ്പെടുത്തിയ ഓർമ്മകളാണ് അത്. നിങ്ങൾക്ക് ശരിക്കും ഒരു പെയിൻ തരുന്നു എന്നാണ് ഇവിടെ കാണുന്നത്.
ശരിക്കും ഇതിനകത്തൊരു ഗിൽറ്റുമുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തോ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ചിലപ്പോൾ എന്തെങ്കിലും കാര്യം പറഞ്ഞതായിരിക്കാം. ചിലപ്പോൾ നിങ്ങളൊരു കാര്യം പറഞ്ഞതറിഞ്ഞ് നിങ്ങൾ വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തി നിങ്ങളെ അവിശ്വസിച്ചതായിരിക്കാം. നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റൊരാളുടെ രഹസ്യം നിങ്ങൾ പുറത്ത് പറയുന്ന എന്നുള്ള അവിശ്വാസം നിങ്ങളിൽ വന്നിട്ടുണ്ടായിരിക്കാം. ഇതിലൊരു റിലേഷൻഷിപ്പിലൊക്കെ ആയിരുന്ന ആൾക്കാർ അപ്പോൾ അവർ വിശ്വസിച്ച് നിങ്ങളോട് പറഞ്ഞ എന്തെങ്കിലും കാര്യം അബദ്ധവശാൽ പുറത്തറിഞ്ഞു കാണും. ചിലപ്പോൾ മറ്റാരെങ്കിലും പറഞ്ഞറിഞ്ഞതായിരിക്കാം. നിങ്ങൾ അറിഞ്ഞതായിരിക്കില്ല, മറ്റാരെങ്കിലും പറഞ്ഞറിഞ്ഞതാവാം. പക്ഷേ നിങ്ങൾക്കെതിരായിട്ട് നിൽക്കുന്ന ഏതെങ്കിലും ആളുകൾ നിങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരാളോട് പറഞ്ഞു കൊടുത്തതായിരിക്കാം. അങ്ങനെ ചിലപ്പോൾ ആ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പായി പോയിട്ടുണ്ടായിരിക്കാം. ഒരുപക്ഷേ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ അങ്ങനെ എന്താണെങ്കിലും ആ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പായി പോയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് ആ വ്യക്തി പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഇതിലൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ വന്ന് നിങ്ങളെ എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് ഒഴിവാക്കണമെന്ന് വിചാരിച്ചിരുന്ന സമയത്തായിരിക്കണം ഈ ഒരു കാര്യം അറിഞ്ഞ് ഇത്തരത്തിലൊരു പ്രശ്നമുണ്ടായിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനഃപൂർവ്വമായിട്ട് ചിലപ്പോൾ അത് പറഞ്ഞതായിരിക്കില്ല. എന്തെങ്കിലും ഒരു സാഹചര്യം വന്നപ്പോൾ നിങ്ങൾക്ക് അത് അറിയാതെ ചിലപ്പോൾ പറഞ്ഞു പോയിട്ടുണ്ടായിരിക്കാം. പക്ഷേ അത് നിങ്ങളെ ഉപേക്ഷിക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ കുറ്റപ്പെടുത്താനോ ഉള്ളൊരു കാരണമാക്കി ആ ഓപ്പോസിറ്റുള്ള വ്യക്തി എടുത്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മകളായി വന്നിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റ് വന്നതുകൊണ്ട് അതോർത്ത് വളരെ വിഷമിച്ചിരിക്കുന്ന ആൾക്കാരുടെ ഒരു എനർജിയും ഇതിനകത്ത് കാണുന്നുണ്ട്. ശരിക്കും നിരപരാധിയായ ആളുകളാണ് ഈ ഒരു എനർജിയിലുള്ള ആളുകൾ. ശരിക്കും ചെറിയൊരു അബദ്ധം കൊണ്ട് ഈ ജീവിതത്തിൽ ഏറ്റവും വേദനിക്കേണ്ട ഒരു അവസ്ഥയുണ്ടായിരിക്കാം. അപ്പോൾ അതിൽ ശരിക്കും നിങ്ങളെ തന്നെ ഒരുപക്ഷെ കുറ്റപ്പെടുത്തുന്നുണ്ടാവാം. ശരിക്കും ഒരു ഗിൽറ്റ് ഫീലിങ്ങിൽ നിങ്ങൾ ഇരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതൊരു 8 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും പാസ്റ്റിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിരിക്കുന്ന കുറച്ച് ആളുകൾ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്തിട്ടില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർ അതിൽ നിന്നും ഒന്ന് മൂവ് ഓൺ ചെയ്യണം, അതിൽ നിന്നും നിങ്ങൾ മുന്നോട്ട് പോകണം എന്നാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. ഗിൽറ്റ് ഫീലിംഗ് ഒന്നും വേണ്ട. കാരണം എല്ലാവർക്കും അബദ്ധങ്ങൾ പറ്റും, എല്ലാവർക്കും തെറ്റു പറ്റും. അപ്പോൾ നമ്മൾ കാണുന്ന നമ്മുടെ മുന്നിലുള്ള എല്ലാവർക്കും തന്നെ തെറ്റും കുറ്റങ്ങളും ഒക്കെ ഉള്ള ആൾക്കാരാണ്. പക്ഷേ പലരും അത് പുറത്തേക്ക് പറയുന്നില്ലായിരിക്കാം. പക്ഷേ നിങ്ങൾ ആ ഒരു കാര്യത്തിൽ തന്നെ ശരിക്കും അങ്ങ് വിഷമിച്ചിരിക്കുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് നിങ്ങൾ വിട്ടേക്കുക എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഐസൊലേറ്റഡ് ആയിട്ടിരിക്കുന്നു. പല കാര്യങ്ങളും മാറ്റി വയ്ക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ചെയ്യേണ്ട എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ വളരെ വിഷമത്തിലിരിക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ശരിക്കും നിങ്ങളുടെ ലൈഫിൽ ചേഞ്ച് വരുന്നുണ്ട്. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിലൊക്കെ ചേഞ്ച് ഒരുപക്ഷെ വന്നിട്ടുണ്ടാവാം. അതുപോലെ തന്നെ ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ഈ ഒരു സമയം നിങ്ങൾ ആലോചിച്ചിരുന്ന ഒരു ക്ലാരിറ്റി കിട്ടാതിരുന്ന ഏതോ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് ക്ലാരിറ്റി വരുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഫൂൾ കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ സന്തോഷകരമായ തുടക്കങ്ങൾ വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. അതുപോലെ യാത്രകളൊക്കെ ചെയ്യാനുള്ള അവസരങ്ങളും നിങ്ങളിലേക്ക് വന്നെത്തുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. നിങ്ങളെ വിശ്വസിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളിൽ ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ ഭയവും പേടിയും ഒക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങളിൽ വിശ്വസിക്കുക.
അപ്പോൾ നമ്മൾ നമ്മളിൽ വിശ്വസിച്ചാലേ മറ്റുള്ളവരും നമ്മളെ വിശ്വസിക്കുകയുള്ളൂ. നമുക്ക് നമ്മളിൽ വിശ്വാസമില്ലെങ്കിൽ എങ്ങനെയാണ് മറ്റുള്ളവർ നമ്മളെ നല്ല രീതിയിൽ കാണുന്നത്? അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. ശരിക്കും ഒരു വിധിയിലും കൂടെയൊക്കെ വിശ്വസിക്കുക. എനിക്ക് നല്ലത് വരും. കാരണം നമ്മൾ നല്ല കർമ്മയാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് ദൃഢമായിട്ട് തന്നെ വിശ്വസിക്കാൻ പറ്റും, എനിക്ക് നല്ലത് തന്നെ വരുമെന്ന്. അപ്പോൾ അങ്ങനെ വിശ്വസിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. പിന്നെ ഫ്ലവറിംഗ് ആണ് വന്നിട്ടുള്ളത്. നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്തിരുന്ന ആ ഒരു കാര്യം നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത്. ഒരു പക്ഷേ ഒരു വീട് വെക്കുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങി വരുന്നതാവാം. അത്തരത്തിൽ ഒരു ആഗ്രഹം നടക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇവിടെ നൈറ്റ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തി, നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം കുറിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. മാത്രമല്ല നിങ്ങൾ പല കാര്യങ്ങളിലും പുതിയ തീരുമാനമെടുക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിലേക്ക് ധാരാളം അനുഗ്രഹങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ ദ മാസ്റ്റർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ്, നമ്മളായിരിക്കണം നമ്മളുടെ മാസ്റ്റർ. നിങ്ങൾക്ക് വേറൊരു മാസ്റ്റർ ഇല്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ നമ്മൾ തന്നെയാണ് നമ്മുടെ മാസ്റ്റർ. അപ്പോൾ പുറത്ത് നമ്മളെ നിയന്ത്രിക്കാനുള്ള ശക്തികൾ വേറെയില്ല എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ മാത്രമായിരിക്കണം നമ്മളെ നിയന്ത്രിക്കേണ്ടത് എന്നുള്ളതാണ്. മാത്രമല്ല നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒരു അറിവ് സമ്പാദിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ സോളിൻ്റെ യഥാർത്ഥ ഗുണങ്ങളായ സന്തോഷം, സമാധാനം, സ്നേഹം, ഈ ഗുണങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോഴാണ് അവയർനെസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത്. അപ്പോൾ അത്തരത്തിലൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഇവിടെ വന്നിട്ടുള്ളത് ഇന്നർ വോയിസ് ആണ്. ഇതിനകത്ത് നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ശക്തി നിങ്ങളോട് പല കാര്യങ്ങളും പറഞ്ഞു തരുന്നതായിട്ട് തോന്നുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ഉള്ളിലിരുന്ന് ആരോ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നത് പോലെ, അതായത് നിങ്ങളിങ്ങനെ ഒരു കാര്യം ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ ഈ വ്യക്തികളെ വിശ്വസിക്കരുത് എന്നൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾക്ക് പാസ്റ്റിൽ ഇത്തരത്തിൽ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ ഉള്ളിലുള്ള ശക്തി നിങ്ങളെ പല കാര്യത്തിലും ഗൈഡ് ചെയ്യുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ശരിക്കും സ്പിരിച്വലി വളരെ കണക്റ്റായി നിൽക്കുന്ന വ്യക്തികളാണ് നിങ്ങളെന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ പൊളിറ്റിക്സ് വന്നിട്ടുണ്ട്. അതായത് മുഖം മൂടിയിട്ട കുറച്ച് ആൾക്കാർ ഒരുപക്ഷെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ വളരെ വലിയ സ്നേഹമാണെന്ന് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് നിങ്ങളെ പിന്നിൽ നിന്ന് കുത്തുന്ന ചില ആൾക്കാർ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ അത് നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിൽ ഉണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള മറ്റാരെങ്കിലും ആവാം. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആരോ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഈ ഒരു വ്യക്തിയെ അത്ര അങ്ങോട്ട് വിശ്വസിക്കേണ്ട എന്നുള്ളത്. പക്ഷേ അവർക്ക് നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് വളരെ നല്ലതായിരിക്കാം. നിങ്ങളെ കെയർ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് ഭാവിക്കുന്നതായിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു തോന്നലിനെ നിങ്ങൾ അവോയ്ഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം. നിങ്ങളതിന് അത്ര ശ്രദ്ധ കൊടുത്തിട്ടുണ്ടാവില്ല. പക്ഷേ ഈ സമയം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ആരാണ് മുഖം മൂടിയിടുന്നത്, ആരാണ് പൊയ്മുഖം നിങ്ങളോട് കാണിക്കുന്നത് എന്നൊക്കെ. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയമാണ്. ഒരുപക്ഷെ നിങ്ങളൊരു തീരുമാനമെടുത്തിട്ടുണ്ടായിരിക്കാം. എന്തെന്നാൽ ഇവരുടെ യഥാർത്ഥ മുഖം നിങ്ങൾ മനസ്സിലാക്കിയെന്നോ, അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്യുവാണെന്നോ ഒക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന കാര്യം ഇവരറിയരുത് എന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ നിങ്ങളിവരോട് മുമ്പ് പെരുമാറിയത് എങ്ങനെയാണോ അതുപോലെ തന്നെ മുന്നോട്ട് പോകണമെന്ന് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ശക്തി
നിങ്ങളോട് പറഞ്ഞു തരുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്കതെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ കടന്നു വരുന്ന ഒരു സമയം കൂടിയാണിത്. തീർച്ചയായിട്ടും സമൃദ്ധിയും സന്തോഷവുമൊക്കെ അനുഭവിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ അറിയിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. നന്ദി.